വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ. യുണൈറ്റഡ് ഫോർ എവർട്ടൺ നീൽ. സിർക്സ് ഈസ് ഓൺ ഫയർ. യെസ്, അങ്ങനെ സിർക്സ് 2 ഗോൾ അടിച്ചു, റാഷ്ഫോർഡ് 2 ഗോൾ അടിച്ചു, ബ്രൂണോ 2 അസിസ്റ്റ്, അമാദ് 2 അസിസ്റ്റ്. അങ്ങനെ അറ്റാക്കിംഗ് വൈസിലേക്ക് നോക്കിക്കഴിയുമ്പോൾ വളരെ വളരെ മികച്ചൊരു പെർഫോമൻസ്. പക്ഷേ ഓവറോൾ നോക്കിക്കഴിയുമ്പോൾ ദർ വാസ് പ്രോബ്ലംസ്. അതിനെക്കുറിച്ച് നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് അമോറിം ആണെങ്കിലും അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അമാദ് ഡിയാലോ, വാട്ട് എ പ്ലെയർ! ഈ പ്ലെയറിനെയാണ് ടെൻഹാഗ് എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ആന്റണി ട്രെയിനിങ്ങിൽ അമാദിനേക്കാളും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് അമാദിനെ ബെഞ്ചിലിരുത്തുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ അമാദ് കാരണമാണ് പുള്ളിക്കാരൻ ആക്ച്വലി ഈ സീസണിലേക്കും കൂടി നിന്നത് എന്നുള്ളതാണ്. കാരണം അന്ന് ലിവർപൂളിനെതിരെ അമാദ് ആ ഗോൾ അടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ FA കപ്പ് പൊട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെൻഹാഗ് പക്ഷേ അതിൻ്റെതായ യാതൊരു രീതിയിലുള്ള സഹായവും പിന്നീട് അതിന് ശേഷം അമാദിന് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ അമാദിനെ ബെഞ്ച് ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും നല്ലൊരു പ്ലെയർ. അപ്പോൾ എന്തായാലും നല്ല അമാദിൻ്റെ പെർഫോമൻസ് ഡ്രിബിളിംഗ് വൈസ് ആണെങ്കിലും ചാൻസ് ക്രിയേഷൻ വൈസ് ആണെങ്കിലും അതുപോലെ തന്നെ ഡിഫെൻസീവ് സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമാദിൻ്റെ ഡ്യുവൽസ് നോക്കാം. 14 ഡ്യുവൽസിൽ പുള്ളി പാർട്ടിസിപ്പേറ്റ് ചെയ്തു, 11ലും പുള്ളി വിജയിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ 4 out of 4 ടാക്കിൾസ്. അങ്ങനെ ഒരു കംപ്ലീറ്റ് ഒരു 10 out of 10 പെർഫോമൻസ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു കിടിലൻ പെർഫോമൻസ് ആണ് ഇന്നലെ അമാദ് കാഴ്ചവെച്ചത്. അമാദും മസ്റാവിയൊക്കെയാണ് ആക്ച്വലി നമുക്ക് കുറച്ച് പ്രതീക്ഷ നൽകുന്ന താരങ്ങൾ എന്ന് തന്നെ പറയാം. അപ്പോൾ കളിയുടെ സ്റ്റാർട്ടിങ്ങിനെ കുറിച്ച് പറയാം. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ അമോറിമിൻ്റെ അണ്ടറിൽ 3 ഗെയിമിൽ നമുക്ക് കാണുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഹാഫിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ സ്റ്റാർട്ടിങ് നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനുശേഷം പിന്നെ എവിടെയോ നമ്മുടെ ലെവൽസ് താഴേക്ക് പോകുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരാളികൾക്ക് ട്രാൻസിഷൻ കിട്ടുന്ന സമയമാണ്. ഇപ്പോൾ നമുക്ക് കുറേ കൂടി സ്പേസ് ഉണ്ട്, അതുപോലെ തന്നെ കുറേ കൂടി നല്ല എന്താ പറയുക ഒരു ചാൻസ് ക്രിയേഷൻ പാറ്റേൺസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നലെ തന്നെയാണെങ്കിൽ സിർക്സി ഒരു നല്ലൊരു ഡയഗണൽ ബോള് അമാദിന് വെച്ച് കൊടുത്തിരുന്നു ഫസ്റ്റ് ഹാഫിൽ. അത് അമാദ് ഓൺ ടാർഗറ്റ് വെച്ചില്ല. അപ്പോൾ എന്ന് പറയുന്ന പോലെ നമുക്ക് അങ്ങനെ ഒന്നും കാണാത്ത രീതിയിലുള്ള ചില ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ തന്നെ ലിസാൻഡ്രോ നല്ലൊരു പാസ് ഉണ്ടായിരുന്നു ഡാരോട്ടിന് ഇങ്ങനെ ഓവർ ദി ടോപ്പ് കൊടുത്തത്. അപ്പോൾ അങ്ങനത്തെ പാസുകളും നമ്മൾ എയർലിയർ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കാണാതിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിന് ശേഷം സ്പേസ് കിട്ടുക, അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നല്ല വിഡ്ത്ത് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിയുമ്പോൾ അവിടെ പ്ലെയർ ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ലൊരു സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക നമുക്ക് പുതിയ രീതിയിലുള്ള ചില അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും എതിരാളികൾ ട്രാൻസിഷൻ വരുമ്പോൾ ഇപ്പോൾ ഇന്നലെ തന്നെയാണെങ്കിൽ നമ്മൾ ആ ഫസ്റ്റ് ഗോൾ അടിക്കുന്നതിന് മുമ്പ് വരെ ബെറ്റർ ഓപ്പർച്യൂണിറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവർട്ടണ് വന്നുകൊണ്ടിരുന്ന പോലെയാണ് തോന്നിക്കൊണ്ടിരുന്നത്. പക്ഷെ അവന്മാർ അറ്റാക്കിംഗ് പ്ലേയേഴ്സ്, നമ്മളത് ലൈവിൽ പറഞ്ഞിരുന്നു, അവന്മാർ അറ്റാക്കിംഗ് പ്ലേയേഴ്സ് അങ്ങനെ ഗോൾ അടിക്കുന്ന പ്ലേയേഴ്സ് ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന്മാരത് മുതലാക്കിയില്ല. പക്ഷേ ആ സ്ഥാനത്ത് ലിവർപൂളോ അല്ലെങ്കിൽ പറഞ്ഞ ഫിനിഷിംഗ് ഉള്ള ഏതെങ്കിലും ടീമാണെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അറ്റ് സം പോയിന്റ് ഏതെങ്കിലും നല്ല ടീമിനെതിരെ നമുക്ക് നല്ലൊരു കൊട്ട് കിട്ടും. ആ കാര്യം ഉറപ്പാണ്. ഒരു 3-4 ഗോളിന് നമ്മൾ തോക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സൈഡ് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ അത് തന്നെയാണ് അമോറിം പോസ്റ്റ് മാച്ചിൽ പറയുകയും ചെയ്തത്. ഇപ്പോൾ ബോർഡോ ആയിട്ടുള്ള മത്സരത്തിൽ ചിലപ്പോൾ നമ്മൾ 3-ൽ കൂടുതൽ ഗോളുകൾ അടിക്കായിരുന്നു, പക്ഷേ ഇന്നലത്തെ മത്സരത്തിൽ വേണമെങ്കിൽ എവർട്ടൺ കൂടുതൽ ഗോളുകൾ അടിക്കായിരുന്നു. അപ്പോൾ അതൊക്കെ കാര്യങ്ങളൊക്കെ ട്രെയിനിങ്ങിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളാണെന്നുള്ള കാര്യം അമോറിം ഇന്നലെ പോസ്റ്റ് മാച്ചിൽ പറഞ്ഞു. അതുപോലെ മെൻഷൻ ചെയ്യേണ്ട ഒരാൾ സിർക്സിനെ കുറിച്ചിട്ടാണ്. സിർക്സി ഗോളുകൾ അടിക്കാത്ത സ്ട്രൈക്കറാണ്, പക്ഷെ ഇന്നലെ 2 ഗോളുകൾ അടിച്ചു. അമോറിമിൻ്റെ അണ്ടറിൽ കണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഹോയിലൻഡാണ് 2 ഗോൾ അടിച്ചു, സിർക്സിയാണ് 2 ഗോളുകൾ അടിച്ചു. അപ്പോൾ അങ്ങനെ സ്ട്രൈക്കേഴ്സൊക്കെ ചെറിയ രീതിയിൽ ഒരു പ്രതീക്ഷയൊക്കെ നൽകുന്നൊരു സമയമാണ്. ഇപ്പോൾ സിർസിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇന്നലെ തന്നെ ലൈനപ്പ് കണ്ടപ്പോൾ തന്നെ നമുക്ക് ആക്ച്വലി ശരിക്കും നല്ലൊരു ഡൗട്ട്ഫുൾ ആയിരുന്നു. കാരണം ഇപ്പോൾ ഹോയിലൻഡ് 2 ഗോൾ അടിച്ച ഒരാൾ എന്തിനാണ് ഡ്രോപ്പ് ചെയ്ത് സിർസിനെ ഇറക്കിയെന്നുള്ള കാര്യം. പക്ഷേ അതിനും അമോറിം പറഞ്ഞു 2 സെൻറ്റർ ബാക്കുകൾ ഭയങ്കര ഫിസിക്കലാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഡ്രോപ്പ് ചെയ്ത് ഒരു ഫാൾസ് നയൻ എന്നുള്ള രീതിയിൽ കളിപ്പിക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് പുള്ളി ടാക്ടിക്കലി അപ്രോച്ച് ചെയ്തെന്നുള്ള കാര്യം. ഇപ്പോൾ ഹോയിലൻഡിനാണെങ്കിൽ ആ റോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ സിർക്സി അതിന് പെർഫെക്റ്റായിട്ട് സൂട്ടാവും എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒപ്പോണൻസിനെ നോക്കിയിട്ട് അമോറിം എന്താ പറയുക ടാക്ടിക്കലി അല്ലെങ്കിൽ പ്ലെയേഴ്സിനെയൊക്കെ ഒരു മത്സരത്തിലേക്ക് വന്നു കഴിയും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും വളരെ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഓവറോൾ ഒത്തിരി പോസിറ്റീവ്സ് ഉണ്ട്. അതുപോലെ ആ ഒരു നെഗറ്റീവ് വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മളെപ്പോൾ വേണമെങ്കിലും ട്രാൻസിഷനിൽ ഗോൾ വഴങ്ങാം എന്നുള്ളൊരു സാഹചര്യം ഉള്ളതാണ് ഒരു നെഗറ്റീവായിട്ട് തോന്നുന്നത്, വിച്ച് ക്യാൻ ബി ഇംപ്രൂവ്ഡ്. ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കഴിയുമ്പോൾ എല്ലാവരുടെ സൈഡിൽ നിന്നും നല്ലൊരു പെർഫോമൻസ് എന്ന് പറയുമ്പോൾ പ്ലെയേഴ്സിന് ആരും തന്നെ അങ്ങനെ പ്രത്യേകിച്ച് കുറ്റം പറയാനൊന്നുമില്ല. എല്ലാവരും നന്നായിട്ട് തന്നെ കളിച്ചു. അമോറിമിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനുകളാണെങ്കിലും
ബുദ്ധിപരമായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷനുകളായിരുന്നു. എല്ലാവർക്കും പുള്ളി മിനിറ്റുകൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അങ്ങനെ ഒഴിവാക്കിയിടുന്നൊന്നുമില്ല. നിങ്ങൾക്ക് പെർഫോം ചെയ്ത് കാണിക്കാമെങ്കിൽ ടീമിൽ സ്ഥാനമുണ്ട് എന്നുള്ള രീതിയിലുള്ള അങ്ങനെ ഒരു പോലെയാണ് പുള്ളിക്കാരൻ ഇപ്പോൾ അവസരങ്ങൾ കൊടുക്കുന്നത്. ഇപ്പം എന്തായാലും അടുത്ത മത്സരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അത് തീർച്ചയായും ബിഗ് ഗെയിമാണ്. ആഴ്സണലിനെതിരെ ആ മത്സരത്തിൽ മെയിനും ഉണ്ടാവില്ല, അതുപോലെ തന്നെ ലിസാൻഡ്രോ ഉണ്ടാവില്ല എന്നുള്ളതാണ് രണ്ടുപേർക്കും മഞ്ഞക്കാട് കിട്ടിയ കാരണം. പക്ഷേ ആ മത്സരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടിയും ഡിഫെൻസീവായിട്ടും ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് തീർച്ചയായും എനിക്ക് മെൻഷൻ ചെയ്യാനുള്ളൊരു കാര്യം. സോ വാട്ട് ഡു യു ഗൈസ് തിങ്ക് എന്നുള്ള കാര്യം കമൻ്റായിട്ടിടുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.